നമസ്കാരം. വളരെ ദയനീയമായ വാർത്തകളാണ് അതിർത്തിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഷെല്ലാക്രമണം തുടരുകയാണ്. അതിനിടെ അതിർത്തിക്കടുത്ത് കുടുങ്ങിക്കിടക്കുന്ന ചില മലയാളി വിദ്യാർത്ഥികളുടെ ദയനീയമായ വാക്കുകളാണ് ഇപ്പോൾ നമ്മുടെ മനസ്സുലയ്ക്കുന്നത്. രാത്രിയായാൽ വൈദ്യുതി ഉണ്ടാവില്ല, തുള്ളി വെളിച്ചമില്ലാതെ ഇരുട്ടിലാണ്, നേരം പുലരും വരെ. വെടിയൊച്ച പോലുള്ള ശബ്ദങ്ങൾ കേൾക്കും. പേടികൊണ്ട് ഉറങ്ങിയിട്ട് 4 ദിവസമായി. എങ്ങനെയെങ്കിലും ഒന്ന് നാട്ടിലെത്തിയാൽ മതി. തമിഴ്നാട്ടുകാരായ വിദ്യാർത്ഥികളൊക്കെ നാളെ മടങ്ങുകയാണ് എന്ന് പറയുന്നു. പക്ഷേ ഞങ്ങളെ നാട്ടിലെത്തിക്കാൻ ആരുമില്ല. ജമ്മു കാശ്മീർ ബാരാമുള കാർഷിക സർവകലാശാലയിലെ MSc വിദ്യാർത്ഥിനി മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശി ഫാത്തിമ താജ സംസാരിക്കുമ്പോൾ തന്നെ ഭയപ്പാടിലാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമാകുമ്പോൾ ഇങ്ങനെ കാണാതെ പോകുന്ന സാധാരണ ജനത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഒരു വശത്ത് വർദ്ധിക്കുകയാണ്. ചിലരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞു പോകും. അതിൽ മലയാളി വിദ്യാർത്ഥികളുടെ വാക്കുകളും നമ്മളെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. കുപാരയിലടക്കം ഷെല്ലാക്രമണം നടക്കുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അത് ഇവിടെ നിന്ന് അധികം ദൂരെയല്ല. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന ദിവസം പുലർച്ചെ 3 മണിയോടെ എന്തോ വന്ന് വീഴുന്ന രീതിയിലുള്ള കനത്ത ശബ്ദം കേട്ടിരുന്നു. പിറ്റേ ദിവസമാണ് എന്താണെന്ന് മനസ്സിലായത്. കാശ്മീരികളായ വിദ്യാർത്ഥികൾ വീടുകളിലേക്ക് മടങ്ങി. ഇപ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവർ മാത്രമാണ് ശേഷിക്കുന്നത്. ഞാനടക്കം 22 മലയാളികളുണ്ട്. പുറത്തിറങ്ങാൻ കഴിയാത്തതിനാൽ ഹോസ്റ്റലിൽ കഴിച്ചുകൂട്ടുകയാണ്. ഭീതിയുള്ള സാഹചര്യത്തിൽ തുടരേണ്ടി വരുന്നത് കൊണ്ട് എല്ലാവരും മാനസികമായി തകർന്നിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണുള്ളത്. ഫാത്തിമയുടെ വാക്കുകൾ നിസ്സഹായത നിറയുന്നു. ഹോസ്റ്റലാണ് സുരക്ഷിതമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും നാട്ടിലെത്തണം. ഞങ്ങൾക്ക് മുന്നിൽ ഒരു വഴിയുമില്ല. വിമാനത്താവളം അടച്ചു. 2 മണിക്കൂർ എടുക്കും റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ. ട്രെയിൻ സർവീസ് ഉണ്ടോ എന്ന് പോലും അറിയില്ല. വ്യാഴാഴ്ച രാത്രി കേരള മുഖ്യമന്ത്രിക്കും ചീഫ് സെക്രട്ടറിക്കും ഞങ്ങൾ പ്രശ്നങ്ങൾ കാണിച്ച് ഇമെയിൽ അയച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല. കാശ്മീരിന്റെ പല ഭാഗങ്ങളിലായി 100 വിദ്യാർത്ഥികൾ തന്റെ അറിവിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും NITയിൽ ഉൾപ്പെടെ പഠിക്കുന്നവർ വേറെയുമുണ്ടെന്നും ഫാത്തിമ പറയുന്നു. താരതമ്യേന സുരക്ഷിതമായ ശ്രീനഗറിലാണെങ്കിലും നാട്ടിലെത്താനുള്ള വഴി തേടുകയാണെന്ന് ഷാലിമാറിലെ ഷേർ ഇ കാശ്മീർ അഗ്രികൾച്ചറൽ സർവകലാശാലയിലെ MSc ഹോർട്ടിക്കൾച്ചർ വിദ്യാർത്ഥിനി കോഴിക്കോട് മടവൂർ സ്വദേശി ഫാത്തിമ നേഹ പറയുന്നത്. 20 മലയാളികൾ നേഹയ്ക്കൊപ്പമുണ്ട്. രാത്രിയായാൽ ഇവിടെ വൈദ്യുതി വിച്ഛേദിക്കും. വ്യോമാക്രമണത്തെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ പേടി തോന്നും. പുറത്തിറങ്ങാൻ കഴിയാത്തതിനാൽ ഹോസ്റ്റലിൽ തന്നെ തുടരുകയാണ്. തെലങ്കാന, തമിഴ്നാട് സർക്കാരുകൾ അവരുടെ കുട്ടികളെ കൊണ്ടുപോകാൻ ശ്രമം നടത്തുന്നുണ്ട്. നോർക്ക റൂട്ട്സിൽ നിന്ന് വിളിച്ച് വിവരങ്ങൾ ചോദിച്ചിരുന്നു. അതിനപ്പുറത്തേക്ക് ഒന്നും അറിയില്ല. മണ്ണിടിഞ്ഞ് ജമ്മു ശ്രീനഗർ റോഡ് അടച്ചിരിക്കുകയാണ്. റെയിൽവേ സ്റ്റേഷനിലേക്ക് 2 മണിക്കൂർ യാത്ര ചെയ്യണം. നാട്ടുകാർക്ക് പ്രശ്നമില്ല. അവർക്ക് ഇതെല്ലാം പരിചിതമാണ്. ഞങ്ങളാണ് പേടിച്ചു കഴിയുന്നത്. ശ്രീനഗർ നിലവിൽ സുരക്ഷിതമാണെന്നത് മാത്രമാണ് ആകെ ഒരു ആശ്വാസം, നേഹ കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും ഈ വിദ്യാർത്ഥികളെ നാട്ടിലേക്ക് എത്തിക്കാൻ അധികാരികൾ വേണ്ട നടപടികൾ പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമെന്ന് കരുതാം. കാരണം മറ്റു സർക്കാരുകൾ അവരുടെ വിദ്യാർത്ഥികളെയും അവരുടെ ജനതയെയും തിരിച്ചു നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ്. പാകിസ്ഥാൻ വലിയ രീതിയിൽ ഷെല്ലാക്രമണമാണ് ഇന്ത്യൻ അതിർത്തിയിൽ നടത്തുന്നത്. സാധാരണക്കാരെ പോലും ലക്ഷ്യം വെച്ചുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ തൊടുത്തുവിടുന്നത്. ഡ്രോൺ ഉപയോഗിച്ചും മിസൈൽ ഉപയോഗിച്ചുമാണ് വലിയ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുന്നത്. എന്തായാലും വലിയ തിരിച്ചടി പാകിസ്ഥാൻ നേരിടും എന്ന് ഉറപ്പാണ്. അതിന് ഇന്ത്യൻ മിലിറ്ററി സജ്ജമായി തന്നെയുണ്ട്. എന്തായാലും ഈ വിദ്യാർത്ഥികൾ, കുടുങ്ങിക്കിടക്കുന്ന വിദ്യാർത്ഥികളിലേക്ക് എത്രയും പെട്ടെന്ന് നമ്മളുടെ സർക്കാർ എത്തട്ടെ എന്ന് നമുക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാം. അവരെ പെട്ടെന്ന് തന്നെ തിരികെ നാട്ടിലേക്ക് എത്തിച്ച് അവരുടെ പേടിയും ഭീതിയും മാറ്റാൻ സർക്കാരിനാവട്ടെ എന്ന് പ്രത്യാശിക്കാം.